പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്ര നല്ലൊരു ദിനം നൽകി ഈ ഒരു പുതിയ ദിനത്തിൽ കർത്താവിൻ്റെ ഒരു പുത്തൻ സ്നേഹം അനുഭവിച്ചറിയാൻ അവിടുന്ന് നമുക്ക് അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം കേട്ടോ. ഇന്നത്തെ നിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഈശോ അനുഗ്രഹിക്കും, ഈശോ വഴി നടത്തും, ഈശോ ശക്തിപ്പെടുത്തും. ഈശോയുടെ കൃപയാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും പൂരിതരാക്കുകയും ചെയ്യൂ കേട്ടോ. നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ധ്യാനിക്കുകയാണ് ഈശോയെ സഹനങ്ങളിൽ തളരാതിരിക്കാനുള്ള കൃപ നൽകണമേ എന്ന്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അച്ഛന് വാട്സപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ മെസ്സേജുകൾ വരും. അച്ഛാ സഹനങ്ങളിൽ തളർന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ അവർക്ക് കൊടുക്കാറുള്ള മറുപടി എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. നിന്റെ ശക്തി എന്ന് പറയുന്നത് നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയോ വേറെ ഒന്നുമല്ല. ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിച്ചിട്ടാണ് കാൽവരിയിലേക്ക് പോയത്. എന്നിട്ട് ഈശോ അവസാനം പറയുന്നത് എന്താ? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഈശോയ്ക്ക് പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരുന്നു. ഇതുപോലെ എനിക്കും നിനക്കും പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടെങ്കിലേ സഹനങ്ങളെ അതിജീവിക്കാൻ കഴിയും. എനിക്ക് സഹനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്ക് പ്രാർത്ഥനയില്ല എന്നുള്ളതാ. പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോയെ എനിക്ക് നന്നായിട്ട് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാൻ, എൻ്റെ സഹനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന്. സങ്കീർത്തനം 9:10 അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്ന കർത്താവെ, അങ്ങയെ അന്വേഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങയെ അന്വേഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അണ്ടർലൈൻ. കർത്താവിനെ നീ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനോട് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഒരിക്കലും. അണ്ടർലൈൻ. ഒരിക്കലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് എന്താ പറയുക, പ്രാർത്ഥിക്കുക കേട്ടോ. നല്ലപോലെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത വ്യക്തികളുണ്ടെങ്കിൽ, ഇപ്പോൾ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നീ നിരാശപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നീ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഈശോ പറയാണ് എൻ്റെ മുന്നിൽ വന്ന് നീ മുട്ടുകുത്ത് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് ആരെങ്കിലും ഉപേക്ഷിച്ചതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ രോഗികളെയും, എല്ലാ പാപികളെയും, എല്ലാവരെയും കർത്താവ് ചേർത്ത് പിടിച്ചു. കർത്താവ് നിന്നെയും ഉപേക്ഷിക്കത്തില്ല. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കണ്ട ആവശ്യം. കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും. ധൈര്യമായിട്ടിരിക്കണം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ സഹനങ്ങളിൽ തളരാതിരിക്കാൻ അങ്ങ് കൃപ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.